സദ്യകൾക്കും വിശേഷ ദിവസങ്ങൾക്കുമൊപ്പം സാധാരണ ദിവസങ്ങളിൽ 4 മണി പലഹാരമായും കഴിക്കാൻ പറ്റിയ ഒരു മികച്ച വിഭവമാണ് ചൗവരി പായസം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പായസമാണ്. സാധാരണ നമ്മൾ ബാക്കി പായസങ്ങൾക്കെല്ലാം ചേർക്കുന്ന ചൗവരി ഉപയോഗിച്ചാണ് ഞാനിന്ന് പായസം തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ചൗവരി, നെയ്യ്, ശർക്കരപ്പാനി, ഏലയ്ക്ക, തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് ചൗവരി വേവിക്കാം. ഇത് 250 ഗ്രാം ചൗവരി നന്നായി കഴുകി കുതിർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇത് നെയ്യിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മറ്റ് പായസങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് അടപ്രഥമൻ, പരിപ്പ് പായസം എന്നിവയേക്കാൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചൗവരി പായസം ഉണ്ടാക്കിയെടുക്കാം. ചൗവരി നന്നായി വെന്തു വരുമ്പോൾ ലഭിക്കുന്ന കണ്ണാടി പോലുള്ള തിളക്കവും പതുപതുപ്പും പായസത്തിന് പ്രത്യേക ഭംഗിയും രുചിയും നൽകുന്നു. ഇത് പാൽ ചേർത്തുള്ള വെള്ളപ്പായസമായും അതല്ലെങ്കിൽ നല്ല നാടൻ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തും 2 രീതിയിൽ തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കിലോ ശർക്കര പാനി കാച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് വേവിക്കാം. ചൗവരിയിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകാൻ സഹായിക്കും. കട്ടി കുറഞ്ഞതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ ഒന്നാണിത്. ചൗവരി പായസം വെക്കുന്നതിന് മുൻപ് ചൗവരി കുറച്ചു സമയം വെള്ളത്തിൽ കുതിർത്തു വെച്ചാൽ അത് പെട്ടെന്ന് വെന്തു കിട്ടും. ശർക്കര ചൗവരിയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് തിളപ്പിക്കാം. അതുപോലെ പായസം തണുക്കുമ്പോൾ കൂടുതൽ കട്ടിയാകാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യത്തിന് പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർക്കാം. പായസം കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് ഇറക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ അനുവദിക്കരുത്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. ഈ പായസം തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും പഞ്ചസാരയും ചേർത്ത് പാൽപ്പായസം വെക്കുന്നത് പോലെയും വെക്കാം.